അറിവമ്മ അലിവമ്മ. ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകവും. അത് സൃഷ്ടിക്കുന്നത് മനസ്സാണ്. അതിനാൽ ആ മനസ്സിനെ നിയന്ത്രിക്കുവാനാണ് മക്കൾ പഠിക്കേണ്ടത്. പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല. ആനന്ദം, ആനന്ദം മാത്രം. പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കടമ്മനിട്ട ഭഗവതി ക്ഷേത്രം. ഭദ്രകാളിയാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ. കേരളത്തിലെ തനത് അനുഷ്ഠാന കലയായ കടമ്മനിട്ട പടയണിക്ക് ഈ ക്ഷേത്രം വളരെ പ്രധാനമാണ്. ഏകദേശം 8 നൂറ്റാണ്ട് പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം. കാടമ്പൻ തിട്ടയിൽ ഭഗവതി കുടികൊള്ളുന്നു എന്ന വിശ്വാസത്തിൽ നിന്നാണ് കടമ്മനിട്ട എന്ന പേരുണ്ടായത്. മലയാള മാസമായ മേടം 1 മുതൽ 10 വരെയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവമായ പടയണി നടക്കുന്നത്. കടമ്മനിട്ട ഭഗവതിയുടെ ആദ്യ ആലയം ചെങ്ങറയാണ് എന്ന് കടമ്മനിട്ടക്കാവ് പുരാവൃത്തത്തിൽ പരാമർശിക്കുന്നു. അംബ പാഹി പർവത നന്ദിനി. കടമ്മനിട്ട ഭഗവതി മലയാലപ്പുഴ ഭഗവതിയുടെ സഹോദരി സ്ഥാനത്താണെന്ന് ഇരു ദേശവാസികളും വിശ്വസിക്കുന്നത്. പ്രധാന വഴിപാട് പടയണിയാണ്. പ്രകൃതി ആരാധനയാണ് ഭഗവതി പ്രീതിക്കായി നടത്തുന്നത്. നാരങ്ങ വിളക്ക്, നെയ്വിളക്ക്, പറയെടുപ്പ്, 101 കലം, ഊരാളിപ്പടയണി എന്നിങ്ങനെയുള്ള ദ്രാവിഡ ശാക്തേയ പൂജകൾ ഇന്നും അനുഷ്ഠിച്ചു വരുന്നു. ധാരാളം കുടുംബക്കാവുകൾക്ക് മധ്യത്തിൽ 4 മല വില്ലന്മാർ കാവൽ നിൽക്കുന്നതുമായ ഗോത്ര സംസ്കൃതിയുടെ ഈറ്റില്ലമാണ് കടമ്മനിട്ടക്കാവ്.
വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. ഈയൊരു വാക്യം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന അത്യന്തം ഹീനമായ ദുരാചാരത്തിന് നേർക്കുള്ള, അബദ്ധവിശ്വാസത്തിന് നേർക്കുള്ള വലിയൊരു കൂരമ്പാണ്. കാരണം വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്ത് ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ എന്നാണ്. താൻ ശൂദ്രനാണെന്നത് നേരത്തെ സൂചിപ്പിച്ചു. ശൂദ്രൻ തുടങ്ങിയ പരിഗണനകൾ ജാതീയമല്ലെന്ന് നമ്മൾ വിശദമായി ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ധർമ്മവ്യവസ്ഥയുടെ വളരെ വലിയ ഒരു അപചയം, അധപ്പതനമായിരുന്നു ശാസ്ത്രീയമായ വർണ്ണത്തിൻ്റെ സ്ഥാനത്ത് ഹീനമായ ജാതീയത കുടിയേറിയത്. ആ ജാതി വ്യവസ്ഥയ്ക്കനുസരിച്ച് ശൂദ്ര സംജ്ഞ തനിക്ക് വന്നു ചേർന്നു എന്ന് നേരത്തെ സൂചിപ്പിച്ചു. അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഇവിടെ പറയുന്നത്, ഇയാൾ വേദശാസ്ത്രത്തിന് അധികാരിയല്ല എന്ന് ഓർത്ത് ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. എല്ലാവരും ഈ വിഷയത്തിൽ ക്ഷമിക്കണം. ഞാൻ വേദത്തിന് അധികാരിയല്ലാത്ത ആളാണെന്ന് കണക്കാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. വാസ്തവത്തിൽ ലോകത്തിലെ സമസ്ത ജനങ്ങളെയും സംബോധന ചെയ്തുകൊണ്ട് ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിക്കപ്പെട്ടതാണ് വേദം. എല്ലാവരും വേദത്തിന് അധികാരികളാണ്. ആർക്കൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടോ അവരൊക്കെ വേദത്തിന് അധികാരികളാണ്. അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ, അവിടെ ഏതെങ്കിലും രാഷ്ട്രത്തിൻ്റെയോ മതത്തിൻ്റെയോ ജാതിയുടെയോ ഒരു തരത്തിൽപ്പെട്ട പരിഗണനയോ പരിമിതിയോ വേദവിഷയത്തിൽ ആവശ്യമില്ല. ജിജ്ഞാസുക്കളെല്ലാം വേദത്തിൽ അധികാരികളാണ്. എത്രയോ വാക്യങ്ങൾ നമുക്കിതിന് പ്രമാണമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റും. എല്ലാവരും വരിൻ കേൾക്കിൻ എന്ന നിലയ്ക്ക് എല്ലാവർക്കും നൽകപ്പെട്ടതാണ് വേദം. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ബ്രഹ്മചാരിമാർ പഠിക്കാൻ എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്നുള്ള ഋഷിമാരുടെ ആഹ്വാനം വേദത്തിലുണ്ട്. എന്നല്ല, വേദദ്രഷ്ടാക്കളിൽ തന്നെ ഒരിക്കലും ലിംഗഭേദം കൽപ്പിക്കാൻ പറ്റില്ല, ഏതെങ്കിലും ജാതീയത കൽപ്പിക്കാൻ പറ്റില്ല. ഇതാണ് വാസ്തവം. അഥവാ വേദം ഏതെങ്കിലും ജാതിയുടെ അടിസ്ഥാനത്തിൽ അധികാരം കൽപ്പിക്കുന്നുവെങ്കിൽ അത് ഈശ്വരവാണി അല്ലെന്ന് വരും. കാരണം ഈശ്വരനെ സംബന്ധിച്ച് മനുഷ്യരിൽ ജാതിയുടെയോ മറ്റോ അടിസ്ഥാനത്തിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഉണ്ടെന്ന് വരിക അത് ഈശ്വരനല്ല, കേവല യുക്തിയാണ്. പക്ഷേ കാലാന്തരത്തിൽ ഞങ്ങൾക്ക് മാത്രമേ വേദം പാടുള്ളൂ, ഇവർക്കൊന്നും വേദം പാടില്ല എന്നുള്ള അത്യബദ്ധങ്ങളായ വിശ്വാസങ്ങളും ദുരാചാരങ്ങളും പെരുകി ശൂദ്രനെന്ന് പറയപ്പെടുന്നവർ വേദം പഠിച്ചാൽ അവരെ അകറ്റണം, ഒഴിവാക്കണം എന്നല്ല, ചെവിയിൽ ഈയം വരെ ഉരുക്കി ഒഴിക്കണം എന്നൊക്കെ ഉള്ള ദുരാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നു. വേദവിരുദ്ധമായ അതിഹീനങ്ങളായ ദുരാചാരങ്ങൾ. അങ്ങനെ ദുരാചാരങ്ങൾ വ്യാപിച്ച് ജാതിയുടെ അടിസ്ഥാനത്തിൽ അധികാരവും അനധികാരവും പറയുന്ന, ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരവും അനധികാരവും പറയുന്ന അവസ്ഥാവിശേഷങ്ങൾ വന്നു. സ്ത്രീകൾക്ക് വേദം പാടില്ല, പുരുഷന്മാർക്കേ വേദം പാടുള്ളൂ, അതിൽ തന്നെ ജാതി ബ്രാഹ്മണർക്കേ പാടുള്ളൂ, വേണമെങ്കിൽ ക്ഷത്രിയ വൈശ്യന്മാർക്ക് കൂടി ആവാം, ഒരു കാരണവശാലും ശൂദ്രർക്ക് പാടില്ല എന്നൊക്കെയുള്ള ജാതീയവും ലിംഗപരവുമായ വിഭാജനങ്ങൾ വന്ന്
നമ്മുടെ ധർമ്മവ്യവസ്ഥ അധപ്പതിച്ചു. എഴുത്തച്ഛൻ്റെ കാലത്തിലൊക്കെ തീർച്ചയായിട്ടും വളരെ ദുഷിച്ച ജാതീയമായ കാഴ്ചപ്പാട് തന്നെയാണ്. അതുകൊണ്ട് വേദത്തിൻ്റെ സാരമറിയുന്ന എഴുത്തച്ഛൻ, വേദസാരത്തെ ആറ്റി കുറുക്കി നമുക്ക് വേണ്ടി ഹൃദയസുന്ദരമായ ഭാഷയിൽ തന്ന എഴുത്തച്ഛൻ, അദ്ദേഹം പോലും വേദത്തിന് അധികാരിയല്ലെന്നാണ്. വേദത്തിന് അനധികാരിയാണ്. കാരണം ജാതിയുടെ അടിസ്ഥാനത്തിലാണ് വേദം. ഈ ഒരു ഹീനമായ ദുരാചാരം വെച്ചു പുലർത്തുന്ന സമൂഹത്തിന് നേർക്കുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ്, അതിമൂർച്ചയേറിയ വലിയൊരു അമ്പ് തന്നെയാണ് ഈ ഒരു വാക്യത്തിൽ നമുക്ക് കാണാനുള്ളത്. ഞാൻ വേദശാസ്ത്രത്തിന് അധികാരിയല്ല, അതോർത്ത് ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലെ. വേദമറിയുന്നവർക്ക് ഏറ്റവും അധികം കൃപയാണല്ലോ വേണ്ടത്. അറിവുള്ളവർക്ക് കൃപ ഉണ്ടാവുമല്ലോ. ഇയാൾ എന്താണ് വേദസാരം എഴുതുന്നത്, രാമായണം, ഇയാൾ അനധികാരിയാണ് എന്നാണെങ്കിൽ കൃപാപൂർവം എന്നോട് ക്ഷമിച്ചാലും. ഇനി വേദസാരത്തെ നമുക്ക് തന്ന വ്യാസനാര്, വേദങ്ങളെ വ്യസിച്ച വ്യാസനാര്, ജാതീയമായിട്ട് ഏത് വിഭാഗത്തിൽ പെടുത്തും? നാൻമറ നേരായ രാമായണം രചിച്ചതാര്, വാൽമീകിയെ ഏത് വിഭാഗത്തിൽ പെടുത്തും ജാതി പറഞ്ഞാൽ? അപ്പോൾ ശാസ്ത്രങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ജാതിഭേദവും വൈദിക സമ്പ്രദായത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഈ വിഷയം ശ്രുതിക്കും യുക്തിക്കും അനുസരിച്ച് ചട്ടമ്പിസ്വാമി തിരുവടികളെപ്പോലുള്ളവർ അങ്ങേയറ്റം യുക്തിഭദ്രമായി സമർത്ഥിച്ചിട്ടുണ്ട്. വേദത്തിന് എല്ലാവരും അധികാരികളാണ്. വേദാധികാര നിരൂപണം ഈ ഒരൊറ്റ വിഷയത്തെ അധികരിച്ചാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അതിഹീനമായ ജാതി പിശാച് ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇവയെ വിഭജിച്ചു. അങ്ങനെ വിഭജിച്ചപ്പോഴോ സർവജ്ഞനായ വേദസാരത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്ന എഴുത്തച്ഛൻ പോലും വേദത്തിന് അധികാരി അല്ലാതായി തീർന്നു. ആ ഒരു ഹീനമായ ദുരവസ്ഥയ്ക്ക് നേർക്കുള്ള വലിയൊരു മൂർച്ചയേറിയ അമ്പാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചാലും എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നാരായണന്റെ അവതാരമാണ് എന്ന് നമുക്ക് പൊതുവിൽ അറിയാം. എന്തിനാണ് ഭഗവാൻ ഒരു രാമാവതാരം എടുത്തത് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ നാം ഉത്തരം പറഞ്ഞു മാറാറുള്ളത് രാവണനെ വധിക്കാൻ, കുംഭകർണനെ വധിക്കാൻ, ഭൂമിയുടെ ഭാരം തീർക്കാൻ, ധർമ്മ സംസ്ഥാപനത്തിനായി എന്നെല്ലാം രീതിയിലാണ്. എന്നാൽ ഒരു യുദ്ധത്തിന് വേണ്ടി മാത്രമാണോ ഭഗവാൻ തൻ്റെ ദിവ്യ അവതാരം ഈ ഭൂമിയിൽ എടുത്തത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഒരേ സമയം ദുഷ്ടനിഗ്രഹത്തിനോടൊപ്പം തന്നെ തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കാൻ, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നേരിട്ട് ചെന്ന് കാണാനൊക്കെ ഭഗവാൻ രാമാവതാരം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രാമന്റെ പാദസ്പർശം കൊണ്ട് ധന്യയാക്കപ്പെട്ട ഒരു ഭക്തയുടെ കഥയാണ് നമുക്ക് ഈ അധ്യായത്തിൽ വിശദീകരിക്കാനുള്ളത്. ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ആദരണീയയായിട്ടുള്ള അഹല്യയെക്കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കാം. അഹല്യ ഗൗതമ മഹർഷിയുടെ ഭാര്യയായിരുന്നു. മഹാപണ്ഡിതയായിരുന്നു. എല്ലാ തരത്തിലുള്ള ജ്ഞാനങ്ങളും ഉള്ളവളായിരുന്നു. മഹാസുന്ദരിയും ആയിരുന്നു. ആ അഹല്യയുടെ സൗന്ദര്യത്തെക്കുറിച്ച് അറിഞ്ഞ ദേവേന്ദ്രൻ ഓരോ സമയത്തും പല മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രകോപിപ്പിക്കാൻ നോക്കിയിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ചെയ്ത ഉപായം തൻ്റെ സുഹൃത്തായിട്ടുള്ള ചന്ദ്രനെ ഒരു കോഴിയുടെ വേഷത്തിൽ ആ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് അയക്കുകയും അർദ്ധരാത്രിയിൽ കൂകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ചന്ദ്രനാകുന്ന കോഴിയുടെ കൂവൽ കേട്ട് ഗൗതമ മഹർഷി പ്രഭാതമായെന്നും തൻ്റെ പൂജാതി കർമ്മങ്ങൾക്കായി ഗംഗാതീരത്തേക്ക് യാത്രയാവുകയും ചെയ്യുന്നു. ഇതേ സമയത്താണ് ഗൗതമ മഹർഷിയുടെ അതേ രൂപം ധരിച്ച ഇന്ദ്രൻ അഹല്യയുടെ കുടിലിലേക്ക് പ്രവേശിക്കുകയും അഹല്യയെ പ്രാപിക്കുകയും ചെയ്യുന്നത്. ഗംഗാതീരത്തെത്തിയ ഗൗതമൻ കാണുന്നത്
നിശ്ചലയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗംഗയെയാണ്. തനിക്ക് സമയം പിഴച്ചു പോയതാണെന്നും പ്രഭാതമായിട്ടില്ലെന്നും മനസ്സിലാക്കിയ ഗൗതമൻ തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു വരുന്നു. അവിടെ വെച്ച് കാണുന്നത് തൻ്റെ സഹധർമ്മിണിയോടൊപ്പം ശയിക്കുന്ന ഗൗതമന്റെ വേഷധാരിയായിട്ടുള്ള ഇന്ദ്രനെയാണ്. അത്യന്തം ക്രോധത്തോടുകൂടി ഗൗതമ മഹർഷി രണ്ടുപേരെയും ശപിക്കുന്നു. ഇന്ദ്രനെ വിരൂപനായി പോകട്ടെ എന്ന രീതിയിലും അഹല്യയെ കല്ലായി പോകട്ടെ എന്നും മഹർഷി ശപിക്കുന്നു. ഈ സംഭവങ്ങൾ നടക്കുന്നത് കൃതയുഗത്തിലാണ്. ശാപമോക്ഷം ചോദിച്ച തൻ്റെ പത്നിയായിട്ടുള്ള അഹല്യയോട് ഗൗതമൻ പറയുന്നുണ്ട്, ഇനി ഒരു ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രനായിട്ട് സാക്ഷാൽ നാരായണൻ ഭൂമിയിൽ അവതരിക്കും. അദ്ദേഹത്തിൻ്റെ പാദസ്പർശം കൊണ്ട് ശിലയായി തീർന്ന നീ വീണ്ടും കന്യകയായി ഉയർത്തെഴുന്നേൽക്കും എന്ന ശാപമോക്ഷവും ഗൗതമൻ നൽകുന്നു. യാഗരക്ഷയ്ക്കായി വിശ്വാമിത്ര മഹർഷിയോടൊപ്പം സഞ്ചരിക്കുന്ന രാമലക്ഷ്മണന്മാർ യാത്രയിൽ അഹല്യയുടെ ആശ്രമത്തിലെത്തുകയും അഹല്യയുടെ കഥ ഈ സന്ദർഭത്തിൽ വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രനെ പറഞ്ഞു കേൾപ്പിക്കുകയും രാമന്റെ പാദസ്പർശം കൊണ്ട് അഹല്യയ്ക്ക് മോക്ഷം ലഭിക്കുകയും അഹല്യാമോക്ഷം എന്ന പ്രസിദ്ധമായിട്ടുള്ള ആ അവതാര ലക്ഷ്യം പൂർത്തിയാവുകയും ചെയ്തു. ഈ അഹല്യയുടെ കഥയിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മളെല്ലാവരും ദൈനംദിന പ്രവൃത്തികളിൽ ഏർപ്പെട്ട മനുഷ്യരാണ്. പലപ്പോഴും പല പാപങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സോ ശരീരമോ ചെന്നെത്തിയേക്കാം. ആ പാപബോധമാകുന്ന ശിലയ്ക്ക് ഒരു മോക്ഷം കിട്ടണമെങ്കിൽ, ആ ശില ഇല്ലാതായി തീർന്ന് സുഗമമായിട്ടുള്ള ജീവിതം, ഒരു കൈവല്യം നമുക്കുണ്ടാവണമെങ്കിൽ ആ ശിലയിലേക്ക് വന്ന് പതിക്കേണ്ടത് രാമന്റെ കാൽപാദങ്ങളെയാണ്. രാമന്റെ കാൽപാദങ്ങളെ ആശ്രയിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും സകല പാപങ്ങളും ഇല്ലാതാകുന്നു എന്ന് അഹല്യയുടെ കഥ നമ്മളെ കാണിക്കുന്നു. പണ്ട് കുട്ടികളൊക്കെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു നാമം ഉണ്ടായിരുന്നു, രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം എന്നാണ്. ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ ഒന്ന് സ്പർശിച്ചാൽ ഏത് അഹല്യയാകുന്ന ശിലയ്ക്കും, അതായത് ഏത് അഹല്യാബോധമുള്ള പാപബോധമുള്ള നമ്മുടെ മനസ്സിനും ചൈതന്യവതിയായിട്ടുള്ള യോഗിനിയായി മാറാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് അഹല്യയുടെ കഥ ഈ രാമായണ മാസത്തിൽ വായിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മനസ്സും ശിലയാണ്. പലരും പറയാറുണ്ട് മനസ്സ് കല്ല് പോലെയാണ് എന്നൊക്കെ. ആ കല്ലിനെ പവിത്രമായിട്ടുള്ള ഒരു തേജസ്സാക്കി മാറ്റാൻ രാമപാദം കൊണ്ട് സ്പർശിക്കുക എന്ന നിവൃത്തി മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി സദാ ആ രാമപാദത്തെ സ്മരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അഹല്യയിലൂടെ രാമപാദത്തിലെത്താൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഈ രാമായണ മാസം സാർത്ഥകമാകാൻ ഭഗവാൻ ശ്രീരാമചന്ദ്രനും അഹല്യയും ഒരുപോലെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു. മന്ധരയുടെ ഏഷണി കേട്ട് മനസ്സുമാറിയ കൈകേയി അഭിഷേക വിഘ്നം വരുത്തുന്നതിനുറച്ച് അതിനുള്ള തന്ത്രങ്ങളുമായി സ്വന്തം അന്തഃപുരത്തിൽ വെറും നിലത്ത് ഭർത്താവ് വരുന്നതും കാത്തു കിടന്നു.
മാലകൾ അയച്ച് നിലത്തിടൂ. ആ മൂക്കൂത്തി, ആ വളകൾ, ഇതെല്ലാം ഒരു ചിതറിയിടൂ. ആ പുടവ അതഴിഞ്ഞുലഞ്ഞ് സ്ഥാനം തെറ്റി കിടക്കണം. അങ്ങനെ ഇനി കിടന്നോളൂ. ഓ, അവിടെയല്ല ദേവി, ഇവിടെ ഈ നിലത്ത് മഹാരാജാവിന്റെ പ്രിയ പത്നിയുടെ പൂവുടൽ മണ്ണും പൊടിയുമേറ്റ് കിടക്കുന്നത് കാണുമ്പോൾ അയോധ്യാധിപന്റെ മനസ്സു നിളകണം. ദേവി നന്നായി അഭിനയിക്കണം. എന്റെ മന്ധരേ, തോട്ടി പോലെ വളഞ്ഞു കൂനിയ നിന്റെ ഈ നട്ടെല്ല് നിറച്ചും മായാജാലങ്ങളും കുരുട്ടുവിദ്യകളും നിറച്ചിരിക്കുകയാണോ നീ? ദേവി, അതീ വളഞ്ഞ തണ്ടെല്ലിലല്ല, നിവർന്ന തലയിലാണ്. വരൂ ദേവി. മണ്ണും പൊടിയും വാരി മേലാകെ അണിയൂ. അങ്ങനെ എന്റെ ഊഴം ഇതോടെ തീർന്നു. ഇനിയും ദേവിയുടെ ഊഴമാണ്. നന്നായി അഭിനയിക്കണം. ധർമ്മധീരനായ മഹാരാജാവ് ഭവതിയുടെ അഭിനയത്തിന് മുന്നിൽ മുട്ടുമടക്കി കീഴടങ്ങണം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധോ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാം അവളെന്നെങ്ങു പോയിനാ മന്ദമാകുന്നിതുന്മേഷമൻ മാനസേ. അന്തഃപുരത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മെ വാതിൽക്കൽ സ്വീകരിക്കുന്ന പ്രിയ പത്നി കൈകേയി എവിടെ? മഹാരാജൻ. ഏയ് ചെടി, എവിടെ നിന്റെ സ്വാമിനി? മഹാറാണി ക്രോധാലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു മഹാരാജൻ. ദേവി, എന്താ ഇത്? വെറും നിലത്ത് കിടക്കുകയോ? ദേവി, പട്ടാടകളിലും പട്ടുപോലുള്ള മെയ്യിലും ചെളി പുരണ്ടിരിക്കുന്നല്ലോ. എന്താ ദേവി ഇതൊക്കെ? എന്താ കാര്യം? എന്നോട് പറയൂ. കൈകേയി, നീ നമ്മുടെ മഹാറാണിയാണ്, ഈ അയോധ്യ മഹാരാജ്യത്തിന്റെ റാണി. നിന്റെ ഏതാഗ്രഹവും സാധിപ്പിക്കാൻ നാം ഉണ്ട്. ഈ രാജ്യം ആകെയുണ്ട്. നിനക്കൊരാൾ ദുഃഖമുണ്ടാക്കിയാൽ അയാളെ വധിക്കാൻ പോലും നാം മടിക്കില്ല. പറയൂ, എന്താണ് നിന്റെ ദുഃഖകാരണം? അതല്ല, ഈ രോഗം എന്തെങ്കിലും ആണെങ്കിൽ പറയൂ. ആര്യപുത്ര, എനിക്ക് രോഗമൊന്നുമില്ല. പക്ഷേ ഒരാഗ്രഹമുണ്ട്. അതങ്ങ് സാധിച്ചു തന്നില്ലെങ്കിൽ എന്ന വിഷമത്തിലാണ് ഞാൻ ക്രോധാലയത്തിൽ പ്രവേശിച്ചത്. കൈകേയി, നിനക്കറിയാത്തതാണോ ഈ ദശരഥന്റെ പ്രതാപം? തേരുരുളുന്ന വീഥികളിലെല്ലാം സ്വന്തം കൊടിക്കൂറ പാറിക്കുന്ന വീര്യം. പറയൂ, എന്താണ് നിന്റെ ആഗ്രഹം? ഭഗവൻ, അങ്ങ് സത്യം ചെയ്യണം, എന്റെ ആഗ്രഹം സാധിച്ചു തരുമെന്ന്. ദശരഥനിതാ സത്യം ചെയ്യുന്നു. സ്വന്തം പ്രാണന്റെ പ്രാണനായ പ്രിയപുത്രൻ രാമന്റെ പേരിൽ, എന്റെ സർവ്വ സുഹൃതങ്ങളുടെയും പേരിൽ ഭവതിയുടെ ഇച്ഛ എന്തായാലും നാം അത് സാധിച്ചിരിക്കും. സത്യം. സത്യാത്മാവും ധർമ്മനിഷ്ഠനുമായ
ദശരഥ മഹാരാജാവിന്റെ സത്യത്തിന് സർവ്വദേവതകളും സാക്ഷിയാകട്ടെ. മഹാരാജ, ഞാൻ എന്റെ ആഗ്രഹം ഇതാ പറയാൻ പോകുന്നു. പണ്ട് ദേവാസുര യുദ്ധം നടന്ന സമയത്ത് അങ്ങ് എനിക്ക് തരാൻ ഒരുങ്ങിയ 2 വരങ്ങൾ ഇപ്പോൾ തരിക. ഇതോ? സത്യപ്രതിജ്ഞയുടെ ആവശ്യമെന്ത്? ചോദിക്കൂ, നാം തന്നിരിക്കുന്നു. ഇതാ ചോദിക്കുന്നു. 1. മാൻതോൽ, മരവുരി എന്നിവ ധരിച്ച് രാമൻ ദണ്ഡകാരണ്യത്തിൽ 14 വർഷം തപസ്യയായി താമസിക്കണം. 2. രാമനില്ലാതാവുന്ന ഈ അയോധ്യ രാജ്യത്ത് എന്റെ മകൻ ഭരതൻ രാജാവായി വാഴണം. മഹാരാജാവേ, സത്യം പാലിക്കുക, പ്രതിജ്ഞ നിറവേറ്റുക. എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിൽ വജ്രമേറ്റദ്രിപതിച്ച പോലെ ഭുവി സജ്വരചേതസാ വീണിതു ഭൂപനും